കാരണം നിങ്ങളെ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ നിങ്ങളെ മക്കൾ തിരിച്ചു പോരും, കുടുംബക്കാര് തിരിച്ചു പോരും, നാട്ടുകാര് തിരിച്ചു പോരും. ഒറ്റക്ക് നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോ നിങ്ങളെ ഖബറിൽ ആദ്യമായി ചോദിക്കുന്നത് എന്നെ കുറിച്ചാണ്. ഞാൻ നിങ്ങളെ ഖബറിലേക്ക് വരും, എന്നെ ഖബറിലേക്ക് കൊണ്ടുവരും. ഖബറിൽ കിടക്കുന്ന ആണിനും പെണ്ണിനും അല്ലാഹു റൂഹ് തിരിച്ചു തരും. നമ്മൾ കണ്ണ് തുറന്നു നോക്കും, മേൽഭാഗത്ത് കല്ല, രണ്ട് ഭാഗത്ത് മതില, അടികില് മണ്ണ്. ഞാൻ കിടന്ന ബെഡ് പോലുമില്ല, ഞാൻ കിടന്ന ബെഡ്ഷീറ്റ് ഇല്ല, ഞാൻ കിടന്ന കട്ടിലില്ല, ഞാൻ വെച്ച തലയിണയില്ല. തലയിണ മാറ്റി എന്റെ കുടുംബക്കാര് മണ്ണിന്റെ തലയിണ വെച്ച് എന്നെ ഒറ്റയ്ക്ക് കിടത്തി തിരിച്ചു പോയിരിക്കുകയാണ്. ആരെയും കാണാനില്ല. കിടക്കപ്പായിൽ രോഗിയായി കിടക്കുമ്പോഴും വെള്ളത്തിന് വേണ്ടി മക്കളെ വേദനയോടുകൂടെ ഉമ്മ വിളിച്ചിരുന്നു, മക്കളെ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന്. സ്നേഹമുള്ള മക്കളാണെങ്കിൽ ഓടി തന്ന് വെള്ളം തരും. സ്നേഹം കുറഞ്ഞ മക്കളാണെങ്കിൽ അല്പം പിന്തിട്ട് പിറപ്പെങ്കിലും അവസാനമെങ്കിലും വെള്ളം തന്നേക്കാ. പക്ഷേ വിളിച്ചുയരാനും വിളിച്ചു പറയാനും കണ്ണീര് വർക്കാനും കാണാൻ ആരുമില്ലാത്ത ഖബറാകുന്ന കല്ലറക്കൂട്ടിലേക്ക് പ്രഭാപൂരിതമുള്ള ഒരു മുഖം തിരിച്ചു വരികയാണ്. അതാരാണെന്നറിയില്ല. മുഖത്തേക്ക് നോക്കുമ്പോ മാലാഖമാർ, അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കും, ആരാണ് ഈ കിടക്കുന്നെന്നറിയോ, ആരാണ് ഈ നിൽക്കുന്നെന്നറിയോ? ഖബറാളികളാകുന്ന നമ്മളെ മുഖത്തേക്ക് നോക്കും. ഹബീബിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയവരാണെങ്കിൽ, റസൂലുള്ളാഹിനെ മറക്കാത്തവരാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുചര്യ അനുധാവനം ചെയ്ത് ജീവിച്ചവരാണെങ്കിൽ ആ മുഖത്ത് നോക്കുമ്പോ തന്നെ പറയും, അറിയാം ഞാൻ സ്വലാത്ത് ചൊല്ലിയത് ഈ കരളിന് വേണ്ടിയാണ്. എന്റെ നടത്തത്തിലും എന്റെ ഇരുത്തത്തിലും എന്റെ ശ്വാസത്തിലും ചലനത്തിലും ഞാൻ ഓർത്തതും പറഞ്ഞതും ഈ മാണിക്കക്കല്ലിനെയാണ്. ഇതെന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പുഞ്ചിരിയോടെ പറയാൻ എൻ്റെ ഉമ്മമാരെ നമുക്ക് കഴിയും. ഈ ഭൂമിയിൽ മതിമറക്കാതെ ജീവിക്കുക, ഹബീബിനെ ഓർത്ത് ജീവിക്കുക, ലോകത്തിന്റെ നേതാവിന്റെ തിരുചര്യ ജീവിതത്തിൽ അനുധാവനം ചെയ്യുക. കണ്ണടക്കാൻ നേരത്തെങ്കിൽ രോഗിയായി കിടക്കുമ്പോൾ ശാരീരികമായി അസ്വസ്ഥതകളുണ്ട്. അവസാനം ഡോക്ടർമാര് രോഗം ക്യാൻസർ ആണെന്ന് കണ്ടെത്തി താടയുടെ എല്ല് മുറിക്കണമെന്ന് പറഞ്ഞു ഒരു മഹാനോട്, മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് താടയുടെ എല്ല് മുറിക്കണമെന്ന് പറഞ്ഞ ഉസ്താദിനോട് ഡോക്ടർമാർ, ക്യാൻസർ മാറാൻ അതേ മാർഗമുള്ളൂ. അവസാനം ഹോസ്പിറ്റൽ അത്തിപ്പറ്റ ഉസ്താദ് അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നാളെ ഉസ്താദിന്റെ താടയുടെ എല്ല് ഓപ്പറേറ്റ് ചെയ്ത് നീക്കാൻ പോവുകയാണ്. അവസാനം അതിന്റെ മുന്നോടിയായി സിസ്റ്റർമാര് ബ്ലേഡും സേഫ് സെറ്റും അനുബന്ധ കർവസ്തുക്കളുമായി കടന്നു വന്നു. ഉസ്താദിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ താടി വടിക്കേണ്ടതുണ്ട്. ആ സിസ്റ്റർമാരിലേക്ക് നോക്കി രണ്ട് കണ്ണിലൂടെ അശ്രദ്ധാരുക്കൾ പൊഴിപ്പിച്ചു ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്. എന്തിനാണ് ഉസ്താദെ കരയുന്നത്? ഒരു പ്രയാസവും ഇല്ലല്ലോ, ആ രോമമൊന്ന് നീക്കാനല്ലേ? അത്തിപ്പറ്റ ഉസ്താദിന്റെ മറുപടി, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണിത്. ഞാൻ നാളെ റബ്ബിന്റെ സവിധത്തിലേക്ക് പോകുമ്പോ എന്റെ റസൂലുള്ളാഹിനെ ഹബീബിന്റെ സുന്നത്ത് അനുധാവനം ചെയ്ത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനേക്ക് കഴിയില്ലേ? എന്റെ താടി നിങ്ങൾ വടിക്കുകയാണോ? എല്ല് മുറിക്കുന്നതിൽ എനിക്ക് പരാതിയില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുകയോ എന്ന് ചോദിച്ച് ഓപ്പറേഷന്റെ മുമ്പ് തലയിലെ താടി വടിക്കാൻ വേണ്ടി വന്നവരുടെ മുഖത്ത് നോക്കി കരഞ്ഞ ഒരു മഹാമനീഷിയെ നമ്മളൊക്കെ കണ്ടവരാ. അതാണ് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ശൈഖുനാ മരിക്കാർ ഫൈളി ഉസ്താദ്. അല്ലാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അവസാനം ഹോസ്പിറ്റലിലേക്ക് വീട്ടിൽ നിന്ന് പോവുകയാണ്. ആ പോക്ക് പോയ ശൈഖുന പിന്നെ ജനാസയായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവസാനം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന നേരം തന്റെ പേരക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, മോനെ എന്റെ നഖങ്ങളൊക്കെ ഒന്ന് വെട്ടിത്തരുമോ എന്നാണ്. എന്റെ നഖങ്ങളൊക്കെ ഒന്ന് വെട്ടിത്തരുമോ എന്നാണ്. കാലിന്റെയും കയ്യിന്റെയും നഖം വെട്ടൽ സുന്നത്താണെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവിന്റെ തിരുചര്യ അനുധാവനം ചെയ്തുകൊണ്ടാണ് മഹാനായ ഈ നാട്ടിനെ പ്രഭാപൂരിതമാക്കിയിരുന്ന ശൈഖുനാ മരിക്കാർ ഉസ്താദ് പോലും സ്വന്തം വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിപ്പോയത് എന്ന് കേൾക്കുമ്പോ അവരൊക്കെ സുന്നത്തിന് കാണിച്ച പ്രാധാന്യം എന്റെ ഉമ്മമാരെ നമ്മളിൽ ഉണ്ടാകണം, രക്ഷിതാക്കളെ നമ്മളിൽ ഉണ്ടാകണം. ഏത് സമയത്തും നമ്മളെ മനസ്സ് നിറഞ്ഞു നിൽക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇന്നിന്റെ സമൂഹം എന്ന് പറയുന്നത് താൽക്കാലികമായ സുഖത്തിന്റെ പിന്നാലെ ഓടുന്നവരാണ്. നമ്മൾ അറിയാതെ റസൂലുള്ളാഹിനെ മറക്കുകയാണ്. നമ്മുടെ തലമുറ റസൂലുള്ളാഹിനെ മറക്കുകയാണ്. ഈയിടെയായി നിങ്ങളൊക്കെ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടാകും സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എന്തിനാണ് നമ്മൾ റസൂലുള്ളാഹിനെ പിൻപറ്റുന്നത്? നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. കണ്ണടക്കും
കിടക്കുമ്പോ ഹബീബിന്റെ പൂമുഖം കണ്ട് മരിക്കണം. നാളെ ഖബറിൽ ഹബീബിന്റെ കൂടെ നിൽക്കണം. നാളെ മഹ്ശറ ലോകത്ത് റസൂലുള്ളാഹിന്റെ കൂടെ നമുക്ക് മഹ്ശറയിൽ വരണം. അതല്ലേ നമ്മുടെ ആഗ്രഹം. അത് നമുക്കുള്ള ഉപകാരമാണ്, നമുക്ക് ആനന്ദമാണ്. റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട് റസൂലുള്ളാഹിക്ക് എന്താ? അതിനേക്കാളേറെ നമുക്കാണത് കൊണ്ട് ഉപകാരം. കാരണം അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ രസങ്ങളും ആനന്ദങ്ങളും ഹബീബിന് കൊടുത്തിട്ടുണ്ട്. ആ റസൂലുള്ളാഹിൽ നിന്നുകൊണ്ട് ശഫാഅത്ത് നമുക്ക് കിട്ടാനാണ്, നമ്മൾ രക്ഷപ്പെടാനാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത് അനുധാവനം ചെയ്യാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ സുന്നത്ത് വലിച്ചെറിഞ്ഞാൽ റസൂലുള്ളാഹിക്ക് വല്ല പോരായികയുമുണ്ടോ? അള്ളാഹുവിന്റെ ദീനിന് വല്ല അപാകതയുമുണ്ടോ? ഈ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, തലയിൽ നിന്നുകൊണ്ട് തട്ടമഴിച്ചിടുന്നതുമായുള്ളൊരു വിവാദം. സത്യത്തിൽ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂലിന്റെ റൂമിലേക്ക് കടന്നു വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ആ റൂമിലുണ്ട്. ഖദീജ ബീവിയെ കണ്ടപ്പോ ജിബ്രീൽ അപ്രത്യക്ഷമായി. റസൂലുള്ളാഹി ചോദിച്ചു, ഖദീജ നീ കടന്നു വന്നപ്പോ റൂമിൽ നിന്ന് ജിബ്രീൽ അപ്രത്യക്ഷമായി, കാരണം എന്തെന്നറിയോ? നീ ധരിച്ച മക്കനയുടെ ഉള്ളിലൂടെ ഒരു മുടി പുറത്ത് കാണുന്നു ഖദീജ. നിന്റെ വസ്ത്രത്തിലൂടെ ഒരു മുടി പുറത്ത് കാണുന്നു ഖദീജ. നിന്നെ കണ്ടപ്പോ ജിബ്രീൽ റഹ്മത്തിന്റെ മലക്ക് അപ്രത്യക്ഷമായി എന്ന് പറയുക വഴി ലോകത്തോട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, നിങ്ങൾ തലമുടി കാണിച്ച് നടന്നാൽ റസൂലുള്ളാഹിക്ക് എന്ത് പോരായികയാണ്? അള്ളാഹുവിന്റെ ദീനിന് എന്ത് പോരായികയാണ്? ഇസ്ലാമിന്റെ അപരാധമാണ്. ആർക്കും ഒരു അപരാധവുമില്ല. പക്ഷേ നിങ്ങളുടെ ഒരു മുടി പുറത്ത് കാണുന്ന സ്വഭാവം വന്നാൽ അള്ളാഹു നിങ്ങളെ ശപിക്കും, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ ശപിക്കും, അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ ശപിക്കും. അതുവഴി നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള നിങ്ങളുടെ അവകാശം നഷ്ടപ്പെടും. മഹദിയായ ബിബി ഫാത്തിമത്തുസ് സഹ്റ ബതൂൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ കിടക്കുന്ന നേരം റസൂലുള്ളാഹിന്റെ പൊന്നു മോള, പെണ്ണുങ്ങളെ, നാളെ നിങ്ങളെ സ്വലോക സ്വർഗത്തിലേക്ക് നയിക്കേണ്ട മഹിള, ആ മഹിള ലോകത്തോട് വിട പറയുമ്പോ കരഞ്ഞു. കരഞ്ഞപ്പോ കൂടെയുള്ളവർ ചോദിച്ചു, എന്തിനാണ് ഫാത്തിമ കരയുന്നത്? അവിടുന്ന് കൊടുക്കുന്ന മറുപടി, എന്റെ മുടി കാണുന്നോ എന്നല്ല, എന്റെ ശരീരത്തിന്റെ നഗ്നത പ്രദർശിപ്പിക്കപ്പെടുമോ എന്നല്ല. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കഫൻ ചെയ്ത് എന്റെ കഫം മറവ് എന്റെ മയ്യത്ത് നിങ്ങൾ ഈ കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു വെച്ച് നിങ്ങൾ പള്ളികളിലേക്ക് എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ വണ്ണവും വലുപ്പവും ജനങ്ങൾ കാണുകയില്ലേ? വസ്ത്രം ധരിക്കും പോലെയല്ലല്ലോ കഫം പുട, ശരീരത്തിൽ നന്നായി ടൈറ്റാക്കി പൊതിയും. അപ്പൊ എന്റെ ശരീരത്തിന്റെ തടിയുള്ള ഭാഗം ആണുങ്ങൾ കാണില്ലേ എന്ന് ചോദിച്ച് അവസാനത്തെ നേരത്ത് പോലും കരഞ്ഞ ഫാത്തിമാന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ തലമുടി കാണി സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് കഴിയുമോ? തലമുടി കാണിച്ച തെരുവിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾക്ക് കഴിയുമോ? അതബില്ലാതെ മര്യാദയില്ലാതെ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് കഴിയുമോ? സാധ്യമല്ല. അസ്മാ ബീവി ഫാത്തിമാനോട് പറഞ്ഞു, ഫാത്തിമ, എത്തോപ്യക്കാര് മയ്യത്ത് കൊണ്ടുപോകുന്ന ഒരു മയ്യത്ത് കട്ടിലുണ്ട്, രണ്ട് ഭാഗത്തും മറയുള്ള മയ്യത്ത് കട്ടില്. ഇന്ന് നമ്മൾ ഉപയോഗിക്കാറുള്ള മയ്യത്ത് കട്ടില് അതക്കാലത്ത് ഉപയോഗിക്കാറില്ല. ആ കാലഘട്ടത്തിൽ ഒരു പലകയുടെ മുകളിൽ വെച്ചിട്ടാണ് മയ്യത്ത് കൊണ്ടുപോവുക. നിതടിയും വണ്ണവും നാട്ടുകാര് കാണാത്ത വിധം രണ്ട് ഭാഗത്ത് മറയുള്ള കട്ടിലില് നിന്നെ കൊണ്ടുപോകാനുള്ള ഞാൻ എടുത്തുകൊള്ളാം. ആ സമയത്താണ് ഖദീജ ബിബി മഹദിയായ ഫാത്തിമ ബീവി പുഞ്ചിരിച്ചത്. എന്റെ ഉമ്മമാരെ, ഇസ്ലാമിന്റെ മര്യാദ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ അതുകൊണ്ട് സമാധാനം നമുക്കാണ്. അല്ലാത്തവരൊക്കെ കരയേണ്ടി വരും, അല്ലാത്തവർ വേദനിക്കേണ്ടി വരും. ഇന്ന് തലയുടെ തട്ടവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നപ്പോ ഏതോ ഒരു സഹോദരി തന്റെ തലയിൽ നിന്ന് തട്ടം തോളിലേക്ക് വലിച്ചിട്ട് കൊണ്ട് പറഞ്ഞു പോൽ, ഞാൻ തട്ടമിട്ടിട്ടില്ലെങ്കിൽ ഇവിടെ എന്താ, ഞാൻ തട്ടമിട്ടിട്ടില്ലെങ്കിലും ഞാൻ മുസ്ലിം അല്ലേ എന്ന്. എന്ത് ചോദ്യമാണ്? തട്ടമിട്ടിട്ടില്ലെങ്കിൽ ആർക്കാണ് പോരായിക? തട്ടമിട്ടിട്ടില്ലെങ്കിൽ ആർക്കാണ് മോശം? ആർക്കും മോശമില്ല. പറഞ്ഞ പണ്ഡിതന്മാർക്ക് മോശമില്ല, റസൂലുള്ളാഹിക്ക് മോശമില്ല, ഇസ്ലാമിന് ഒരു ന്യൂനതയുമില്ല. ചെയ്യുന്നവർക്കാണ് അതിന്റെ പരാതി. തട്ടം താഴെ തോളിലേക്ക് വലിച്ചെറിഞ്ഞ് ഇസ്ലാമിനെ കളിയാക്കിയാൽ എന്താണ് ഇസ്ലാമിനെ കളിയാക്കൽ? ഇസ്ലാമിനെ ബാധിക്കുമോ? ഞാൻ തമാശക്ക് പറയാറുണ്ട്, പണ്ടാരോ ഒരാള് കക്കൂസിൽ പോയി ബ്രഷ് ചെയ്യുന്ന കണ്ടപ്പോ ആ ആളെ ഉപ്പ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു പോൽ, മോളെ അല്ലെങ്കിൽ മോനെ, കക്കൂസിൽ വെച്ച് ബ്രഷ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ ബാപ്പാനോട് ദേഷ്യം പിടിച്ചിട്ട് ഉള്ളിലുള്ള മോൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ അങ്ങനാണ്ട് പറയണ്, ഞാൻ വേണമെങ്കിൽ ഇതിൽ കുത്തിയിട്ടാണ്ട് ബ്രഷ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ആർക്കാ പോരായിക? അയാളെ വായയിൽ കാഷ്ടമാകുമെന്നല്ലാതെ പറഞ്ഞ ബാപ്പാക്ക് വല്ല ഛേദവുമുണ്ടോ? ഇസ്ലാം ഞാൻ തട്ടം വലിച്ചൂരി തോളിലേക്കിട്ട് ഞാൻ എന്തേ തട്ടം തോളിലിട്ടുമെന്ന് പറഞ്ഞ് പരിഹസിച്ചാൽ
പരിഹസിച്ചവർക്ക് പോയി എന്നല്ലാതെ ഇസ്ലാമിന് എന്താ ബാധ്യതകൾ? ഉമ്മമാരെ, ഞാൻ എൻ്റെ സ്ത്രീകളോട് പറയുന്നത്, ഉമ്മമാരൊക്കെ സ്വലാത്തിന്റെ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന മജ്ലിസാണിത്. ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഉമ്മമാർ, അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വീട്ടിലെ രാജാത്തികളാണ്, നിങ്ങൾ വീട്ടിലെ രാജാത്തികളാണ്. പക്ഷേ നിങ്ങൾക്കൊന്നും സ്വലാത്ത് കൊണ്ട് ഖബറിൽ കിടക്കാമെന്ന് രക്ഷപ്പെടാമെന്ന് മാത്രം നിങ്ങൾ ആരും കരുതരുത്. ഓരോരോ ഉമ്മമാരും അവനവന്റെ മക്കളെ കുറിച്ചും മരുമക്കളെ കുറിച്ചും പേരക്കുട്ടികളെ കുറിച്ചും ഓർക്കണം. ആൺകുട്ടികളുടെ വേഷം ധരിച്ച് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടികളെ കണ്ട് മൗനികളാകുന്ന ഉമ്മമാർ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ട് എന്ത് കാര്യമാണ്? അതേ പ്രകാരം തലമറക്കാതെ സ്കൂളിലേക്ക് പോകുന്ന മക്കളെയും പേരമക്കളെയും പോറ്റുന്ന ഉമ്മമാർ, ഉമ്മമാരെ, നിങ്ങൾ ഇസ്ലാമിന്റെ അനുയായികളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? നിങ്ങൾ നിങ്ങളെ നന്നാക്കലോടൊപ്പം നിങ്ങളെ മക്കളോട് പറയണം, പേരമക്കളോട് പറയണം, കുടുംബത്തോട് പറയണം, അരുത് മോളെ അരുത്. തലമറക്കാതെ പുറത്തിറങ്ങിയാൽ നീ നമ്മളെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഈ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവില്ല, ഈ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. നീ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഈ വീട്ടിൽ അല്ലാഹുവിന്റെ കാവൽ ഉണ്ടാവില്ല, പടച്ച തമ്പുരാന്റെ സഹായം ഉണ്ടാവില്ല. അതുകൊണ്ട് മോളെ, തട്ടമിടാത്ത ഒരു ജീവിതം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുതടി മോളെ. എന്നിലെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ ഉമ്മമാർക്ക് മനസ്സുണ്ടാകണം, സഹോദരികൾക്ക് മനസ്സുണ്ടാവണം. അല്ലാതെ മക്കളെ കാര്യം നോക്കാൻ ആളില്ല. പെൺമക്കളെ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു ബാർബർ ഷാപ്പിന്റെ മുന്നിലൂടെ അങ്ങനെ പോകുമ്പോ ഒരു വയസ്സായ ഉമ്മ ബാർബർ ഷാപ്പിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നു? എന്നെ കണ്ടപ്പോ ഒരു സൈഡിലേക്ക് അങ്ങ് മാറി നിന്നു. സന്തോഷം തോന്നി. കാരണം ആ പഴയ ഉമ്മയാണ്. ഉസ്താദന്മാരെയൊക്കെ കാണുമ്പോൾ ശരീരക്കൊന്ന് മറച്ച് സൈഡിലേക്ക് മാറി നിൽക്കുന്ന പഴയ ഉമ്മ. ഇപ്പത്തെ ഉമ്മമാർ അതിന് കിട്ടും, അല്ലാഹു ആയാലും. ഇപ്പത്തെ ചില പെണ്ണുങ്ങളൊക്കെ വരവ് കണ്ടാൽ മൂലയന്മാരും തങ്ങന്മാരൊക്കെ അരിച്ചാലിക്ക് മാറിക്കൊടുക്കല. അല്ല, ഞാൻ താത്തൊരൊറ്റത്തട്ടിന് മൂലയിൽ അരിച്ചാൽ പോയി വീഴും. ആ കോലത്തിലാണോ അങ്ങാടിയിലുള്ള നടത്തവും കല്യാണത്തിനുള്ള സഞ്ചാരവും. അപ്പൊ ഞാൻ പഴയ ഉമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? എന്നോട് പറഞ്ഞു, പേരക്കുട്ടിയെ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നതാണ്. ഞാൻ പേരക്കുട്ടിയെ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നതാണ്. സന്തോഷം. ഒരല്പനേരം കഴിഞ്ഞപ്പോ മുടിവെട്ടിയ പേരക്കുട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് വല്യമ്മാരിലേക്ക് കയറി വന്നു. പൊന്നുമക്കൾ, അത് പേരക്കുട്ടിയൊന്നുമല്ല, അത് ആഫ്രിക്കൻ കുരങ്ങിന്റെ കുട്ടിയാന്ന് തോന്നിപ്പോയി എനിക്ക്. കാരണം ആ കുട്ടിയുടെ രണ്ട് ഭാഗത്തെ മുടിയും നന്നായി ചെറുതാക്കിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തെ മുടിയും ചെറുതാക്കി മേൽഭാഗത്തെ മുടി ഇങ്ങനെ മുള്ളം പന്നിയുടെ മുടി പോലെ വെച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ കൈയും പിടിച്ചുമ്മ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഉമ്മയാണോ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് കടന്നു വരുന്നത്? ഈ ഉമ്മയാണോ 5 നേരം നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് കരമുയർത്തുന്നത്? ഉമ്മമാരെ, നിങ്ങൾ പറയണം ആ കുഞ്ഞുമക്കളോട്, ഒരിറ്റ കണ്ണുനീരോടെ പറയണം, കുഞ്ഞുമോനെ, ഒരു ഭാഗത്ത് മുടി വെച്ച് മറ്റൊരു ഭാഗത്ത് മുടി വളർത്തുന്നത് ജൂതന്മാരുടെ സ്വഭാവമാണടാ. അവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട് മോനെ, അല്ലാഹുവിന്റെ മലക്കുകൾ ശപിച്ചിട്ടുണ്ട് മോനെ, അല്ലാഹുവിന്റെ മാലാഖമാര് ശപിച്ചിട്ടുണ്ട് മോനെ. അതുകൊണ്ട് നീ ഇങ്ങനെ നടന്നാൽ നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല, അല്ലാഹുവിന്റെ കാവലുണ്ടാവില്ല. എൻ്റെ മോൻ ഇത് ചെയ്യരുത് എന്ന് വല്യമ്മ ആ മോനെ ഒന്ന് വാരിപ്പുണർന്ന് കണ്ണുനീരൊലിപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അടുത്തവൻ മുടി വെട്ടാൻ പോകും അവന്റെ മനസ്സ് ഉമ്മാന്റെ കണ്ണുനീര് മനസ്സിൽ കാണും, വല്യമ്മാന്റെ കണ്ണുനീര് അവന്റെ മനസ്സിലുണ്ടാകും. ആ മകൻ പറയും, ഇവിടെ മുടി വെക്കണ്ട. അറിയാതവന്റെ മനസ്സ് പറയും. പക്ഷേ പറഞ്ഞു കൊടുക്കാൻ ഈ പറയുന്ന നമുക്കാർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്നാ നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പോറ്റുമോനാണ് അനസ് റളിയല്ലാഹു അൻഹു. അനസിനോട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു, യാ ബുനയ്യ, ഓ കുഞ്ഞിമോനെ, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ നീ വീട്ടുകാരോട് സലാം പറയണം. അതാണൊരു ഉമ്മാന്റെ ഉപദേശം, അതാണൊരു ഉപ്പാന്റെ ഉപദേശം. നീ നിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ കുഞ്ഞുമക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. LKG പഠിക്കുന്നവരോട്, UKG പഠിക്കുന്നവരോട്, ചെറിയ പൈതങ്ങളോട് സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും സലാം പറഞ്ഞു പോകാനും വരാനും പഠിപ്പിക്കണം, ഞാനും നിങ്ങളും. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ മക്കളോട് സ്കൂളിലേക്ക് പോകുമ്പോ സലാം പറഞ്ഞു പോണിട്ടോ മോനെ മോളെ, സ്കൂൾ വിട്ട് വന്ന് വീട്ടിലേക്ക് കയറുമ്പോ സലാം പറഞ്ഞ് കയറണം കേട്ടോ മോനെ മോളെ? നിങ്ങൾ ഓരോരുത്തരും അവരുടെ ശരീരത്തിനോട് ചോദിക്കുക, സ്ത്രീകളെ, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. എങ്കിൽ റബ്ബേ, എനിക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ എന്താകും അവസ്ഥ? എൻ്റെ മക്കൾ കേട് വന്നാൽ ഉത്തരവാദി ഞാനാകുമോ? അമ്മമാരൊന്ന് ചിന്തിക്കേണ്ടതല്ലേ, പേടിക്കേണ്ടതല്ലേ, ആലോചിക്കേണ്ടതല്ലേ? ഞാനൊരിക്കലും വീട്ടിലേക്ക് പോയി
ആ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആ പേരക്കാരത്തി അവളുള്ള ചെറിയൊരു കുട്ടീനോട് പറയാണ്, ഉസ്താദ് അതാ പോണ്, ഉസ്താദിന് ഒരു പ്ലെയിൻ കിസ് കൊടുക്കുന്നു. ഞാൻ വിചാരിച്ച ചായയൊക്കെ കിട്ടി, ഇനിയിപ്പോൾ എന്താ കുട്ടിൻ്റെ വക കിട്ടാൻ പോണ്. ആ കുട്ടി പുറത്തേക്ക് വന്നിട്ട് എന്നെ നോക്കിയിട്ട് എന്ന് പറഞ്ഞ എന്തോ ഒരു പ്രത്യേക സാധനം. ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഇത്രയും നേരം തിന്നാൻ കിട്ടിയിട്ട് ഉമ്മ കുട്ടികളെ കൊണ്ട് തരാൻ കൊണ്ടാണ്ടൊരു സാധനം. നേരെ മറിച്ച് ആ ഉമ്മ കുഞ്ഞിനോട് ഉസ്താദ് അതാ പോകുന്നു, വരസ്സലാമു അലൈക്കും എന്ന് പറയൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതല്ലേ ഇസ്ലാമിക സംസ്കാരം, അതല്ലേ മുസ്ലിമിന്റെ സ്വഭാവം. ഞാൻ ഉമ്മമാരോട് ചോദിക്കട്ടെ, ഗൾഫിന്റെ പണത്തിന്റെ ഹുങ്കിലും ഭൗതിക സൗകര്യത്തിന്റെ അഹങ്കാരത്തിലും നമ്മളെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാം വിട്ടുപോകരുത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.